പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൻ്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 7 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പെർമ്യൂട്ടേഷൻസ് എന്ന സെക്ഷനാണ് പരിചയപ്പെട്ടത്. പെർമ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻ്റ് ആണ്. നമ്മൾ അടുത്ത സെക്ഷനിൽ പരിചയപ്പെടാൻ പോകുന്നത് കോമ്പിനേഷൻസ് എന്ന വേർഡ് സെലക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് കാണാം. ഇപ്പോൾ 4 ലെറ്റേഴ്സ് തന്നിരിക്കുക, എ ബി സി ഡി, 4 ലെറ്റേഴ്സ്. നമ്മൾ ഇതിൽ നിന്ന് 3 ലെറ്റേഴ്സ് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു നിങ്ങളോട്. സെലക്ട് 3 ലെറ്റേഴ്സ് അറ്റ് എ ടൈം. 4 എണ്ണമാണ് ഉള്ളത്, അതിൽ നിന്ന് 3 എണ്ണം ഒരു സമയത്ത് സെലക്ട് ചെയ്യാൻ പറയുന്നു. എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം എന്ന് നോക്കുക. നിങ്ങൾക്ക് ഡി എ ഒഴിവാക്കിയിട്ട് ബാക്കി 3 എണ്ണം സെലക്ട് ചെയ്യാം. എ ബി സി, ആദ്യത്തെ സെലക്ഷനാണ് എ ബി സി. ഇനി രണ്ടാമത് സി എ ഒഴിവാക്കിയിട്ട് ബാക്കി 3 എണ്ണം സെലക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് എ ബി ഡി എന്ന് സെലക്ട് ചെയ്യാം, രണ്ടാമത്തെ സെലക്ഷൻ. മൂന്നാമത്തത് ബി ഒഴിവാക്കിയിട്ട് ബാക്കി 3 എണ്ണം, ദാറ്റ് മീൻസ് എ സി ഡി എന്ന് സെലക്ട് ചെയ്യാം. അടുത്തത് എ ഒഴിവാക്കിയിട്ട് ബാക്കി 3 എണ്ണം, ദാറ്റ് മീൻസ് ബി സി ഡി എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ 4 രീതിയിലേ നമുക്ക് സെലക്ഷൻ നടത്താൻ പറ്റുള്ളൂ. 4 ലെറ്റേഴ്സ് തന്നിരുന്നു, അതിൽ നിന്ന് 3 ലെറ്റേഴ്സ് അറ്റ് എ ടൈം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് 4 രീതിയിൽ സെലക്ഷൻ നടത്താൻ പറ്റും. നമ്പർ ഓഫ് സെലക്ഷൻസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇവിടെ ആകെ എത്ര എണ്ണം ഉണ്ടായിരുന്നു? ആകെ 4 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഒരു സമയത്ത് സെലക്ട് ചെയ്തത് 3 എണ്ണമാണ്. അപ്പോൾ സെലക്ഷനുകളുടെ എണ്ണം, നമ്പർ ഓഫ് സെലക്ഷൻസ് എത്രയാണ്? 4 ആണ്. അപ്പം നമ്പർ ഓഫ് സെലക്ഷൻസ് ഓഫ് 4 ലെറ്റേഴ്സ് ആണ്. 4 ലെറ്ററുകളുടെ സെലക്ഷനാണ്. ടേക്കൺ 3 അറ്റ് എ ടൈം ആണ്. ഒരു സമയത്ത് 3 എണ്ണമാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്പർ ഓഫ് സെലക്ഷൻ ഇസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എന്താണ് സെലക്ഷൻ? ഈ സെലക്ഷന് തന്നെയാണ് കോമ്പിനേഷൻസ് എന്നും പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്കിനി ഒരു ജനറൽ കേസിലേക്ക് വരാം. ടോട്ടൽ n ഓബ്ജക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൽ ടോട്ടൽ n ഓബ്ജക്ട്സ്, ഇതിൽ സെലക്ട് r ഓബ്ജക്ട്സ് അറ്റ് എ ടൈം. ഒരു സമയത്ത് r എണ്ണം സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സെലക്ഷൻസിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ് NCR, അല്ലെങ്കിൽ വേറൊരു സിമ്പിൾ കൂടിയുണ്ട് CENR. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ സിമ്പിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ രണ്ടാമത്തെ CNR എന്ന സിമ്പിൾ കൂടി ഉണ്ട് എന്നൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി തന്നേ ഉള്ളൂ. നമുക്ക് NCR എന്ന് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് NCR? NCR എന്ന് പറയുന്നത് ആകെ n ഓബ്ജക്ട്സ് ഉണ്ട്, അതിൽ r ഓബ്ജക്ട്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു എങ്കിൽ സെലക്ഷനുകളുടെ എണ്ണമാണ് NCR. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട എക്സാമ്പിളിൽ നമുക്ക് 4 ഓബ്ജക്ട്സ് ഉണ്ടായിരുന്നു, അതിൽ 3 എണ്ണമാണ് 3 ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ സെലക്ഷനുകളുടെ എണ്ണത്തെ നമുക്ക് 4C3 എന്നെഴുതാം. ആകെ 4 ഓബ്ജക്ട്സ് ആണ്, അതിൽ 3 ഓബ്ജക്ട്സ് ആണ് ഒരു സമയത്ത് സെലക്ട് ചെയ്തത്. അപ്പോൾ സെലക്ഷനുകളുടെ എണ്ണത്തെ നമുക്ക് 4C3 എന്നെഴുതാൻ പറ്റും. നമ്മൾ കണ്ടല്ലോ, സെലക്ഷനുകളുടെ എണ്ണം 4 ആണെന്ന് കണ്ടല്ലോ, നമ്പർ ഓഫ് സെലക്ഷൻസ് 4 ആണെന്ന് കണ്ടു. അപ്പോൾ അതിനെ നമുക്ക് 4C3 = 4 എന്ന് എഴുതാം. അപ്പോൾ നമ്പർ ഓഫ് സെലക്ഷൻസ് ഓഫ് n ഓബ്ജക്ട്സ് ടേക്കൺ r അറ്റ് എ ടൈം, അതാണ് NCR. അപ്പോൾ കണ്ട എക്സാമ്പിളിൽ നമ്പർ ഓഫ് സെലക്ഷൻസ് ഓഫ് 4 ഓബ്ജക്ട്സ് ആയിരുന്നു, ടേക്കൺ 3 അറ്റ് എ ടൈം ആണ്. അത് 4C3 എന്ന് എഴുതാം. ആ സെലക്ഷൻ്റെ എണ്ണം 4 ആണെന്ന് നമ്മൾ കണ്ടു. ദാറ്റ് മീൻസ് 4C3യുടെ വാല്യൂ 4 ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതുപോലെ ഒരെണ്ണം നോക്കാം. ഇപ്പോൾ 4C2 നോക്കാം. 4C2 നോക്കണമെങ്കിൽ 4 എണ്ണമുണ്ട്, അതിൽ 2 എണ്ണം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എത്ര സെലക്ഷൻ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. അപ്പോൾ 4 എണ്ണം നമുക്ക് ABCD എന്ന് എടുക്കാം. 4 എണ്ണത്തെ നോ സെലക്ട് 2 ലെറ്റേഴ്സ് അറ്റ് എ ടൈം. ഒരു സമയത്ത് 2 എണ്ണം സെലക്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുക? 2 എണ്ണം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ AB എന്ന് സെലക്ട് ചെയ്യാം, ഒന്നാമത്തെ സെലക്ഷൻ. രണ്ടാമത്തത് AC എന്ന് സെലക്ട് ചെയ്യാം. മൂന്നാമത്തത് AD എന്ന് സെലക്ട് ചെയ്യാം. നാലാമത്തത് BC എന്ന് സെലക്ട് ചെയ്യാം. 5 BD എന്ന് സെലക്ട് ചെയ്യാം. 6 CD എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ 6 സെലക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അവിടെ 4 ലെറ്റേഴ്സ് ആണ് ഉള്ളത്, അതിൽ 2 ലെറ്റേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ സെലക്ഷനുകളുടെ എണ്ണം അല്ലെങ്കിൽ കോമ്പിനേഷനുകളുടെ എണ്ണം, അതിനെ നമുക്ക് 4C2 എന്നെഴുതാം. 4C2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സെലക്ഷൻസ് ഓഫ് 4 ഓബ്ജക്ട്സ് ടേക്കൺ 2 അറ്റ് എ ടൈം ആണ് 4C2. നമ്മൾ എഴുതി നോക്കിയപ്പോൾ നമ്മൾ കണ്ടല്ലോ എത്ര സെലക്ഷൻ ഉണ്ടെന്ന് കണ്ടു. 6 സെലക്ഷനുകൾ ഉണ്ട് എന്ന് കണ്ടു. അപ്പോൾ നമ്പർ ഓഫ് സെലക്ഷൻസ് 6 ആണ്. എത്ര എണ്ണം ഉണ്ടായിരുന്ന? 4 ഉണ്ടായിരുന്ന, അതിൽ സെലക്ട് ചെയ്ത ഒരു സമയത്ത് 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് സെലക്ഷൻസ് ഓഫ് 4 ഓബ്ജക്ട്സ് ടേക്കൺ 2 അറ്റ് എ ടൈം, അതാണ് 4C2. 4C2 നമ്പർ ഓഫ് സെലക്ഷൻസ് ഓഫ് 4 ഓബ്ജക്ട്സ് ടേക്കൺ 2 അറ്റ് എ ടൈം, അതാണ് 4C2. ആ 4C2ൻ്റെ വാല്യൂ എത്രയാണ്? നമ്മൾ സെലക്ഷനുകളുടെ എണ്ണി നോക്കുക. 6 സെലക്ഷൻസ് ഉള്ളതായി കാണാം. അപ്പോൾ 4C2ൻ്റെ വാല്യൂ 6 ആണ്.
അപ്പോൾ ഈ രീതിയിൽ നമുക്കിങ്ങനെ എഴുതി നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. ഇപ്പോൾ ചെറിയ നമ്പറൊക്കെ ആയതുകൊണ്ട് പറ്റുന്നുണ്ട്, 4C2ഉം 4C3 ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളോട് 10C4 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 10 എണ്ണം എടുത്തിട്ട് ഇതുപോലെ 4 എണ്ണം വീതം സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൃത്യമായിട്ട് എണ്ണം എടുക്കാനൊന്നും ഒക്കില്ല. അപ്പോൾ NCR കാണാൻ നമുക്കൊരു ഫോമുല ഉണ്ടായാലേ പറ്റൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫോമുല ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. NCR കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താണ്? NCR നമ്പർ ഓഫ് സെലക്ഷൻസ്. സെലക്ഷൻ എന്ന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡാണ് കോമ്പിനേഷൻസ്. ആ കോമ്പിനേഷൻ്റെയാണ് സി. നമ്പർ ഓഫ് സെലക്ഷൻസ് ഓഫ് n ഓബ്ജക്ട്സ് ടേക്കൺ R അറ്റ് എ ടൈം. ആകെ n ഓബ്ജക്ട്സ് ഉണ്ട്, അതിൽ R ഓബ്ജക്ട്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെലക്ഷനുകളുടെ എണ്ണമാണ് NCR. ഇത് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച NPR കൂടി ഓർക്കണം. എന്താണ് NPR? നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ്, അല്ലെങ്കിൽ അറേഞ്ച്മെന്റിനാണ് നമ്മൾ പെർമ്യൂട്ടേഷൻസ് വിളിക്കുന്നത്. നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിഫറൻറ്റ് ഓബ്ജക്ട്സ് ആണ് ടേക്കൺ R അറ്റ് എ ടൈം. അതാണ് NPR. അപ്പോൾ NPR എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻസിൻ്റെ എണ്ണമാണ്. പെർമ്യൂട്ടേഷൻസ് മീൻസ് അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമാണ്. പക്ഷേ NCR എന്ന് പറയുന്നത് സെലക്ഷനുകളുടെ എണ്ണമാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. രണ്ടിടത്തും n ഓബ്ജക്ട്സ് ആണ് ഉള്ളത്. ഒരു സമയത്ത് R ആണ് സെലക്ട് ചെയ്യുന്നത്, 6 എണ്ണമാണ് എടുക്കുന്നത്. ആ 6 എണ്ണം എടുത്തിട്ട് നമ്മൾ 6 എണ്ണം സെലക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര സെലക്ഷൻസ് നടത്താൻ പറ്റും, എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും, ആ സെലക്ഷൻ്റെ എണ്ണമാണ് NCR. പക്ഷേ ആ n ഒബ്ജക്ട്സിൽ 6 എണ്ണം എടുത്തൊരു റോയിൽ അല്ലെങ്കിൽ ഒരു ലൈനിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമാണ് NPR. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ വേണമെങ്കിൽ കാണിക്കാം. ഇപ്പോൾ ABCD 4 എണ്ണമുണ്ട്. നമ്മൾ 3 എണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ 4 സെലക്ഷൻ രീതിയിൽ സെലക്ഷൻ നടത്താൻ പറ്റും. ഏതൊക്കെയാണ് സെലക്ഷൻസ് പറഞ്ഞത്? ABC പറഞ്ഞു, ABD പറഞ്ഞു, ACD പറഞ്ഞു, BCD പറഞ്ഞു. അങ്ങനെ 4 സെലക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു സെലക്ഷനായി കാണിച്ചിരിക്കുന്നത് ABC. ഈ ഒരു സെലക്ഷനെ അല്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷനെ ഇതിനെ നമുക്കിനി പല രീതിയിൽ അറേഞ്ച്മെന്റ് നടത്താൻ പറ്റും. എന്തൊക്കെയാ? ഇപ്പം ABCയെ നമുക്ക് 3 എണ്ണമാണുള്ളത്. 3 എണ്ണം ഉണ്ടെങ്കിൽ എത്ര അറേഞ്ച്മെന്റ് നടത്താൻ പറ്റും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. n എണ്ണമുണ്ട് എങ്കിൽ ആ n എണ്ണവും എടുത്ത് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അറേഞ്ച്മെന്റുകളുടെ എണ്ണം NPN എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ഇവിടെ 3 എണ്ണമുണ്ട്. ഈ 3 എണ്ണത്തെ അറേഞ്ച് ചെയ്താൽ 3p3 ആണ്. ദാറ്റ് മീൻസ് 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 അത് 6 ആണ്. 6 രീതിയിൽ നമുക്ക് പെർമ്യൂട്ടേഷൻ നടത്താൻ പറ്റും. ഏതൊക്കെയാണ് പെർമ്യൂട്ടേഷൻ? ഇപ്പോൾ ABC എന്ന് തന്നെ എഴുതാം, അതൊരു അറേഞ്ച്മെൻറ്റാണ്. ഈ BC അങ്ങോട്ട് ചുറ്റും മാറ്റിയിട്ട് ACB എന്ന് എഴുതാം, അത് മറ്റൊരു അറേഞ്ച്മെൻറ്റാണ്. ഇനിയോ BAയും പരസ്പരം മാറ്റിയിട്ട് BAC എന്ന് എഴുതാം. പിന്നെയോ ഈ Bയും Cയും പരസ്പരം മാറ്റിയിട്ട് BCA എന്ന് എഴുതാം. അല്ലെങ്കിൽ CAയും CAB എന്ന് എഴുതാം. അതല്ലെങ്കിൽ CBA എന്ന് എഴുതാം. ഇപ്പോൾ 6 ഡിഫറൻറ്റ് രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെലക്ഷൻ ഒന്നാണ്. ABC എന്ന് പറയുന്ന ഒരു സെലക്ഷനാണ്. ആ ഒരു സെലക്ഷനെ നമുക്ക് 6 രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റി. ഇതാണ് പെർമ്യൂട്ടേഷനും സെലക്ഷനുമായിട്ടുള്ള ബന്ധം. ഇപ്പോൾ സെലക്ഷൻ പറയുമ്പോൾ ABCയും ACBയും BACയും BCAയും CABയും CBA എല്ലാം സെയിമാണ്. കാരണം സെലക്ഷൻ പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ABC എന്ന് എഴുതിയാൽ അതിൽ Aയും BCയും ഉള്ളത്, ACB എന്ന് എഴുതിയാലും അത് തന്നെയാണ്, BAC എന്ന് എഴുതിയാലും അത് തന്നെയാണ്, BC എന്ന് എഴുതിയാലും CAB എന്ന് എഴുതിയാലും CB എന്ന് എഴുതിയാലും അതിലെല്ലാം ഉള്ളത് Aയും Bയും Cയുമാണ്. അപ്പോൾ അതിനെല്ലാം ഒരു സെലക്ഷനായി കണക്കാക്കിയാൽ മതി. പക്ഷേ പെർമ്യൂട്ടേഷൻ ആക്കുമ്പോഴോ ഇതെല്ലാം ഒരു പെർമ്യൂട്ടേഷൻ അല്ല. കാരണം അവിടെ അറേഞ്ച്മെൻറ്റിൻ്റെ ഓർഡർ പ്രധാനമാണ്. അവിടെ ഇത് 6 ഡിഫറൻറ്റ് പെർമ്യൂട്ടേഷനാണ്. അപ്പോൾ ഈ ഒരു സെലക്ഷനെയാണ് നമുക്ക് 6 പെർമ്യൂട്ടേഷനാക്കി മാറ്റാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നമുക്ക് 4 സെലക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ കണ്ടില്ല. ABC ഉണ്ട്. അപ്പോൾ ഓരോ സെലക്ഷനെയും നമുക്ക് ഓരോ ഇതുപോലെ പെർമ്യൂട്ടേഷൻ ആക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് 4C3 കാണണം. നമുക്ക് നോക്കാം. ABCD 4C3 ആണ് കണ്ടുപിടിക്കേണ്ടത്. 4C3 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സെലക്ഷൻസ് ഓഫ് 4 ഒബ്ജക്ട്സ് ടേക്കൺ 3 അറ്റ് എ ടൈം. 4 എണ്ണമുണ്ട്. അതിൽ 3 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുമ്പോഴുള്ള അറേഞ്ച്മെൻറ്റ്സിൻ്റെ എണ്ണമാണ് 4C3. ഇപ്പോൾ ABCD ആണ് 4 ലെറ്റേഴ്സ്. സോറി, അറേഞ്ച്മെൻറ്റ്സ് അല്ല, സെലക്ഷൻ്റെ എണ്ണം. 4 എണ്ണം എടുത്ത് അതിൽ 3 എണ്ണം എടുത്ത് 3 എണ്ണം സെലക്ട് ചെയ്യുമ്പോഴുള്ള സെലക്ഷനുകളുടെ എണ്ണമാണ് 4C3. അറേഞ്ച്മെൻറ്റിൻ്റെ അല്ല, സെലക്ഷനുകളുടെ. അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ അത് 4p3 ആവും. പെർമ്യൂട്ടേഷൻ ആകുമ്പോൾ 4p3യും കോമ്പിനേഷൻ ആകുമ്പോൾ 4C3യും. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ്, കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ. അപ്പോൾ 4C3 നമ്പർ ഓഫ് സെലക്ഷൻസ് ഓഫ് 4 ഒബ്ജക്ട്സ് ടേക്കൺ 3 അറ്റ് എ ടൈം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സെലക്ഷൻ. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. എന്തൊക്കെയാണ്? ABC എന്ന് സെലക്ട് ചെയ്യാം, അതായത് DA ഒഴിവാക്കി ബാക്കി 3 എണ്ണം.
ഇനി സി ഒഴിവാക്കി ബാക്കി 3 അതായത് എ ബി ഡിന്ന് സെലക്ട് ചെയ്യാം, ബി ഒഴിവാക്കി ബാക്കി 3 എ സി ഡിന്ന് സെലക്ട് ചെയ്യാം, എ ഒഴിവാക്കി ബാക്കി 3 ബി സി ഡിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ 4 സെലക്ഷൻസ് ഉണ്ട്, 4 രീതിയിൽ പറ്റ സെലക്ഷൻ. അപ്പോൾ 4 എണ്ണം ഉള്ളത്, അതിൽ 3 ആണ് സെലക്ട് ചെയ്ത്. അപ്പോൾ സെലക്ഷൻ്റെ എണ്ണം 4C3 ആണ്. ആ 4C3യുടെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടി. ഇനി ഇതിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ എ ബി സി എന്ന് പറയുന്ന ആ ഒരു സെലക്ഷൻ, അതിനെ 6 രീതിയിൽ എ ബി സി 3 എണ്ണമല്ലേ ഉള്ളത്. അപ്പോൾ അതിനെ നമുക്ക് ഡിഫറൻറ്റ് വേസിൽ അറേഞ്ച് ചെയ്യാം. അത് നമ്മൾ കണ്ടതാണ്. 3P3 രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, 3 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു. ആ എ ബി സിയുടെ ഡിഫറൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ കണ്ടു. എ ബി സി, എ സി ബി, ബി എ സി, പിന്നെ ബി സി എ, സി എ ബി, സി ബി എ, അങ്ങനെ 6 ഡിഫറൻറ്റ് അറേഞ്ച്മെൻ്റ് ഉള്ളതായി കണ്ടു. അപ്പോൾ ഈ ഒരു സെലക്ഷൻ എ ബി സി എന്ന് പറയുന്ന ആ ഒരു സെലക്ഷനെയാണ് നമുക്ക് 6 വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയത് അല്ലേ. എ ബി സി ക്യാൻ ബി അറേഞ്ച് ഇൻ 3 ഫാക്ടോറിയൽ, ദ മീൻസ് 6 വേസ്. അങ്ങനെയെങ്കിൽ ഈ എ ബി ഡി എയോ അതിനെയും നമുക്ക് 6 വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ, 3 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എ സി ഡിയോ അതിനെയും 3 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ബി സി ഡിയോ അതിനെയും 3 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓരോന്നിനെയും നമുക്ക് 3 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ മൊത്തം അറേഞ്ച്മെൻറ്റിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? മൊത്തം അറേഞ്ച്മെൻറ്റിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ ഈ സെലക്ഷനുകളുടെ എണ്ണം എടുക്കുക. സെലക്ഷനുകളുടെ എണ്ണം 4 ആണ്. ആ സെലക്ഷനുകളുടെ എണ്ണത്തെ ഓരോന്നിൻ്റെയും അറേഞ്ച്മെൻറ്റ് 4 രീതിയിലാണ് സെലക്ഷൻ നടത്താൻ പറ്റിയത്. പക്ഷേ ഈ ഓരോന്നിനെയും നമുക്ക് 6 രീതിയിൽ അല്ലെങ്കിൽ 3 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ മൊത്തം സെലക്ഷൻ എത്രയാ? ഈ ഓരോന്ന് 3 ഫാക്ടോറിയൽ, ദാറ്റ് മീൻസ് 6 ആണ്. ഇത് 6, ഇത് 6, ഇതും 6. അപ്പോൾ ഓരോന്ന് 6, അങ്ങനെ ആകെ 4 സെലക്ഷൻ ഉണ്ട്. അതിൽ ഓരോ സെലക്ഷനെയും 6 വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആകെ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം കിട്ടാൻ 4 × 6 എടുത്താൽ പോരെ. എന്ന് പറഞ്ഞാൽ 6 + 6 + 6 + 6 അത് തന്നെയാണ് 4 × 6. 4 × 6 എന്നെടുത്താൽ മതി. 4 എന്ന് പറയുന്നത് സെലക്ഷൻ്റെ എണ്ണമാണ്, ദാറ്റ് മീൻസ് 4C3 ആണ്. 4C3 ആണ് സെലക്ഷൻ്റെ എണ്ണം. ആ സെലക്ഷനുകളുടെ എണ്ണത്തെ ഒരു സെലക്ഷൻ്റെ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമാണ് 6 അല്ലെങ്കിൽ 3 ഫാക്ടോറിയൽ. അപ്പോൾ ആ സെലക്ഷനുകളുടെ എണ്ണത്രേ, ദാറ്റ് മീൻസ് 4C3യെ ഒരു സെലക്ഷൻ്റെ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം 3 ഫാക്ടോറിയൽ ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെർമ്യൂട്ടേഷൻസിൻ്റെ എണ്ണം കിട്ടും. അതുകൂടെ പറയാം. 4C3 കണ്ടുപിടിക്കാൻ എ ബി സി ഡി 4 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്കതിൻ്റെ കോമ്പിനേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത് 4 എണ്ണം. ഇപ്പം നമ്പർ ഓഫ് കോമ്പിനേഷൻസ് 4C3 ആണ്. നമ്പർ ഓഫ് സെലക്ഷൻസ് 4C3 ആണ്. അതിൻ്റെ വാല്യൂ 4 ആണ്. ഈ എ ബി സി എന്ന് പറയുന്ന ഒരു സെലക്ഷൻ അത് 3 എണ്ണം ഉള്ളത് കൊണ്ട് 3P3 രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. 3P3 ആണ് 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ രീതിയിൽ, ദാറ്റ് മീൻസ് 6 രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ എ ബി സിയെ മാത്രമല്ല, ഈ ഓരോ സെലക്ഷനെയും നമുക്കിങ്ങനെ 3 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആകെ സെലക്ഷൻ്റെ എണ്ണം കാണണമെങ്കിൽ, ആകെ അറേഞ്ച്മെൻറ്റിൻ്റെ എണ്ണം കാണണമെങ്കിൽ, ആകെ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം കാണണമെങ്കിൽ ഈ സെലക്ഷനുകളുടെ എണ്ണമായ 4നെ, ദാറ്റ് മീൻസ് 4C3യെ ഓരോ സെലക്ഷൻ്റെയും അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമായ 6 കൊണ്ട്, ദാറ്റ് മീൻസ് 3 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് 4 × 6 ആണ്. 4 എന്ന് പറയുന്നത് സെലക്ഷൻ്റെ എണ്ണമാണ്. 6 എന്ന് പറയുന്നത് ഒരു സെലക്ഷൻ്റെ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമാണ്. അപ്പോൾ സെലക്ഷൻ്റെ എണ്ണം ഇൻറ്റു ഒരു സെലക്ഷൻ്റെ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം, ദാറ്റ് മീൻസ് 4C3 × 3 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ആകെ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം കിട്ടും. ഇപ്പം ഞാനിതൊരു എക്സാമ്പിളിലൂടെയാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചിന്തിക്കുക. ഏത് കേസിലും ഇതുപോലെ തന്നെയാണ്. എത്ര സെലക്ഷൻ ഉണ്ട് എന്ന് നോക്കുക. ആ സെലക്ഷനുകളുടെ എണ്ണം എടുത്തിട്ട് അതിനെ ഒരു സെലക്ഷൻ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും നോക്കുക. ആ ഒരു സെലക്ഷൻ്റെ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആകെ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ജനറലൈസ് ചെയ്യാം. എങ്ങനെയാണ്? നമ്മൾ പഠിച്ചു നമ്പർ ഓഫ് സെലക്ഷൻസ് ഓഫ് n objects taken are at a time. നമ്പർ ഓഫ് സെലക്ഷൻസ് ഓഫ് n objects taken are at a time. ആകെ n objects ഉണ്ട്. അതിൽ 6 objects സെലക്ട് ചെയ്യുന്നു. അപ്പോഴുള്ള സെലക്ഷൻ്റെ എണ്ണമാണ് NCR. അപ്പം ടോട്ടൽ ഒബ്ജക്ട്സ് n ആണ്. അതിൽ സെലക്ട് ചെയ്തത് 6 എണ്ണമാണ്. അപ്പോൾ നമ്പർ ഓഫ് സെലക്ഷനുകളുടെ എണ്ണം, എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും, ആ നമ്പറാണ് NCR. അപ്പോൾ ഒരു സെലക്ഷനകത്ത് 6 എണ്ണമാണുള്ളത്. അങ്ങനെ 6 എണ്ണം വീതം സെലക്ട് ചെയ്താൽ നമ്പർ ഓഫ് സെലക്ഷൻ്റെ എണ്ണമാണ് NCR. ഇനി ഈ ഒരു സെലക്ഷനിൽ 6 എണ്ണമല്ലേ ഉള്ളത്. അപ്പോൾ ആ ഒരു സെലക്ഷനെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 6 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. കറസ്പോണ്ടിങ് ടു ഈച്ച് സെലക്ഷൻ
there will be r factorial permutations. That means r factorial arrangements. ഒരു സെലക്ഷന് r factorial arrangementകൾ ഉണ്ടാവും. അപ്പോൾ സെലക്ഷൻ്റെ എണ്ണം NCR, ഒരു സെലക്ഷനെ നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ആ അറേഞ്ച്മെന്റിന്റെ എണ്ണം r ഫാക്ടോറിയൽ. എങ്കിൽ ആകെ അറേഞ്ച്മെന്റിന്റെ എണ്ണം കാണാൻ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കാര്യം, ആ എക്സാമ്പിളിൽ കണ്ട കാര്യത്തെ ഒന്ന് ജനറലൈസ് ചെയ്താൽ മതി. എന്ത് ചെയ്യുന്നു? ആകെ സെലക്ഷനുകളുടെ എണ്ണത്തെ ഒരു സെലക്ഷന്റെ അറേഞ്ച്മെന്റുകളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആകെ സെലക്ഷനുകളുടെ എണ്ണമാണ് NCR. അതിനെ ഒരു സെലക്ഷന്റെ അറേഞ്ച്മെന്റുകളുടെ എണ്ണം, ഒരു സെലക്ഷനിൽ 6 എണ്ണമാണുള്ളത്, അതിന്റെ അറേഞ്ച്മെന്റുകളുടെ എണ്ണം r ഫാക്ടോറിയൽ ആണ്. ആ r ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെർമ്യൂട്ടേഷൻസിന്റെ എണ്ണം കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഒന്നുകൂടെ പറയാം. എന്താണ്? നമ്പർ ഓഫ് സെലക്ഷൻസ്, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ r at a time NCR ആണ്. n ഒബ്ജക്ട്സ് ഉണ്ട്, 6 എണ്ണം സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെലക്ഷൻ്റെ എണ്ണം NCR ആണ്. ആ ഒരു സെലക്ഷനിൽ 6 ഒബ്ജക്ട്സ് ഉള്ളത് കൊണ്ട് ആ ഒരു സെലക്ഷൻ്റെ അറേഞ്ച്മെന്റുകളുടെ r ഫാക്ടോറിയൽ ആണ്. കറസ്പോണ്ടിങ് ടു ഈച്ച് സെലക്ഷൻ ദർ വിൽ ബി r ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ്. അതുകൊണ്ട് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n തിങ്സ് ടേക്കൺ r at a time എന്ന് പറയുന്നത് NCR ഇൻറ്റു r ഫാക്ടോറിയൽ ആയിരിക്കും. അതായത് സെലക്ഷൻ്റെ എണ്ണം എത്രയാണോ അതേ ഇൻറ്റു ഒരു സെലക്ഷൻ്റെ അറേഞ്ച്മെന്റുകളുടെ എണ്ണം ആണ് എടുക്കേണ്ടത്. ഒരു സെലക്ഷൻ്റെ എണ്ണമാണ് NCR ഇൻറ്റു ഒരു സെലക്ഷൻ്റെ അറേഞ്ച്മെന്റുകളുടെ എണ്ണമാണ് r ഫാക്ടോറിയൽ. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആകെ പെർമ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ആകെ അറേഞ്ച്മെന്റുകളുടെ എണ്ണം കിട്ടും. ആകെ അറേഞ്ച്മെന്റുകളുടെ എണ്ണത്തെയാണ് നമുക്ക് NPR എന്ന് എഴുതുന്നത്. അപ്പോൾ നമുക്ക് കിട്ടും NPR is equal to NCR ഇൻറ്റു r ഫാക്ടോറിയൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. NPRനെയും NCRനെയും കണക്ട് ചെയ്യുന്ന ഫോർമുല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. NPR is equal to NCR ഇൻറ്റു r ഫാക്ടോറിയൽ. അത് അതിൻ്റെ വെറുതെ ഒരു ഫോർമുല ഇങ്ങനെ പഠിക്കുന്നതിന് പകരം ആ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ എന്ത് വളരെ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ് NCR? സെലക്ഷൻ്റെ എണ്ണം ഇൻറ്റു എന്താണ് r ഫാക്ടോറിയൽ? ഒരു സെലക്ഷൻ്റെ അറേഞ്ച്മെന്റിന്റെ എണ്ണം. അപ്പോൾ സെലക്ഷൻ്റെ എണ്ണം ഇൻറ്റു ഒരു സെലക്ഷൻ്റെ അറേഞ്ച്മെന്റിന്റെ എണ്ണം, അതാണ് NCR ഇൻറ്റു r ഫാക്ടോറിയൽ. അപ്പോൾ എന്ത് കിട്ടും? അറേഞ്ച്മെന്റുകളുടെ എണ്ണം കിട്ടും. ദാറ്റ് മീൻസ് പെർമ്യൂട്ടേഷൻസിന്റെ എണ്ണം കിട്ടും. ദാറ്റ് മീൻസ് NPR കിട്ടും. അപ്പോൾ NPR is equal to NCR ഇൻറ്റു r ഫാക്ടോറിയൽ. ഇവിടെ നിന്ന് NPR കണ്ടുപിടിക്കാൻ നമ്മളൊരു ഫോർമുല നേരത്തെ പഠിച്ചിട്ടുണ്ട്. NPRന് പകരം നമുക്ക് n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോൾ NPRന് പകരം നമ്മൾ അത് എഴുതി n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഈക്വൽ ടു NCR ഇൻറ്റു r ഫാക്ടോറിയൽ. അത് അതുപോലെ എഴുതി. ഈ r ഫാക്ടോറിയൽ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യാൻ നമ്മൾ താഴോട്ട് വരും. അപ്പോൾ എന്ത് വരും? n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഡിനോമിനേറ്റർ വരും. r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ഈക്വൽ ടു NCR. അപ്പോൾ NCRൻ്റെ ഫോർമുല കിട്ടി. NCR is equal to n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഓർത്തിരിക്കേണ്ടുന്ന ഫോർമുലയാണ് ഈ രണ്ട് ഫോർമുലകൾ. NPRൻ്റെ ഫോർമുല n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ആണ്. NCRൻ്റെ ഫോർമുലയിൽ n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആണ്. ഈ രണ്ട് ഫോർമുലകൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഫോർമുലയാണ് NPR is equal to NCR ഇൻറ്റു r ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. ഇനി ഒരു റിമാർക്കായിട്ടൊരു കാര്യം കൂടി കാണാം. വാട്ട് ഈസ് NC0? ഈ ഫോർമുല ഉപയോഗിച്ചാൽ NC0 എന്ന് പറയുന്നത് ആറിന് വരെ 0 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? n ഫാക്ടോറിയൽ ബൈ r 0 അല്ലേ? അപ്പോൾ 0 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 0 ഫാക്ടോറിയൽ. n മൈനസ് 0 n തന്നെയാണ്. അപ്പോൾ n ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു n ഫാക്ടോറിയൽ. അത് ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ 1 കിട്ടും. NC0 is equal to 1. ഓർത്തിരിക്കേണ്ട ഫോർമുലയാണ്. നമുക്ക് NC0 ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. NC0 is equal to 1. അടുത്ത NCN കാണാൻ നമുക്ക് ഫോർമുലയുടെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരല്പം ലോജിക് ഉപയോഗിച്ചാൽ മതി. എന്താ NCN? ആകെ n എണ്ണമുണ്ട്. n എണ്ണവും സെലക്ട് ചെയ്യാണ് സെലക്ഷൻ്റെ എണ്ണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 10 പേരുണ്ട്. 10 പേരെയും സെലക്ട് ചെയ്യാൻ പറഞ്ഞു. 10 പേരെയും സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലല്ലേ സെലക്ഷൻ നടത്താൻ പറ്റൂ. കാരണം എല്ലാവരെയും സെലക്ട് ചെയ്യല്ലേ. എല്ലാവരെയും സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഡിഫറൻറ്റ് വേസ് ഇല്ലല്ലോ. ആ ഒരു രീതിയല്ലേ ഉള്ളൂ. അപ്പോൾ n എണ്ണമുണ്ട്. n എണ്ണവും സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെലക്ഷൻ്റെ എണ്ണം 1 ആയിരിക്കും. അപ്പോൾ NCN is equal to 1. അതൊരു ഫോർമുലയുടെ ഒന്നും ആവശ്യമില്ല. ഫോർമുല ഉപയോഗിച്ച് NCRൻ്റെ ഫോർമുല ഉപയോഗിച്ചാൽ ആൻസർ 1 തന്നെ കിട്ടും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ലോജിക്ക് വെച്ചുകൊണ്ട് പറയാവുന്നേ ഉള്ളൂ. NCN is equal to 1. അതുപോലെ തന്നെയാണ് NC1. അത് നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ച് പറയാം. എന്താ NC1? ആകെ n എണ്ണമുണ്ട്. ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. എത്ര എഴുതി പറ്റും? നിങ്ങൾ ചിന്തിച്ച് 10 പേരുണ്ട്. നിങ്ങളോട് പറയുകയാണ് ഒരാളിനെ സെലക്ട് ചെയ്തുകൊണ്ട് വാ. നിങ്ങൾക്ക് എത്ര രീതി പറ്റും? ഒരാളിനെ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 10 പേരിൽ ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം.
അപ്പോൾ ഒന്നാമത്തെ ആളിനെ സെലക്ട് ചെയ്തു, ഇപ്പോൾ ഒരു രീതിയായി. രണ്ടാമത്തെ ആളിനെ സെലക്ട് ചെയ്തു, രണ്ടാമത്തെ രീതിയായി. അങ്ങനെ 10ാമത്തെ ആളിനെ സെലക്ട് ചെയ്താൽ 10ാമത്തെ രീതിയായി. 10 രീതിയിലേ പറ്റൂ. അപ്പോൾ ആകെ n എണ്ണമുണ്ട്, അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് n തന്നെ ആയിരിക്കും. അതാണ് NC1 = n. അപ്പോൾ ഈ 3 റിസൾട്ടുകൾ NC01, NCN1, NC1N. ഇവിടെ ഒരു കാര്യം ഓർക്കണം, NPN ആയിരുന്നെങ്കിൽ 1 അല്ല, n ഫാക്ടോറിയൽ ആയിരുന്നു. പക്ഷേ NCN വന്നപ്പോൾ 1. നമുക്കിത് ആവശ്യമുണ്ട്, അടുത്ത ചാപ്റ്ററിലൊക്കെ നമുക്ക് ഈ NCRൻ്റെ വാല്യൂസൊക്കെ ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഫോർമുല ഇത്രയുണ്ട്. ഒന്ന്, NCR = n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അത് ഓർക്കുമ്പോൾ NPRൻ്റെ ഫോർമുല കൂടി ഓർത്തോളണം. NPRൻ്റെ ഫോർമുലയാണെങ്കിൽ അത് ഡിനോമിനേറ്ററിൽ r ഫാക്ടോറിയൽ കാണില്ല, n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ എന്ന് മാത്രമേ കാണൂ. പിന്നെ ഓർക്കേണ്ടത് NPRനെയും NCRനെയും കണക്ട് ചെയ്യുന്ന ഫോർമുലയാണ് NPR = NCR ഇൻറ്റു r ഫാക്ടോറിയൽ. പിന്നെ ഇപ്പോൾ പഠിച്ചത് 3 NC01, NCN1, NC1N. ഓർത്തിരിക്കേണ്ടതാണ് ഇതെല്ലാം. ഇനി മറ്റൊരു റിമാർക്കായിട്ട്, ഈ NPR കണ്ടുപിടിക്കാൻ നമ്മൾ NPRന് ഫോർമുല പറഞ്ഞു, n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. പക്ഷേ ഫോർമുല വെച്ചല്ലല്ലോ നമ്മൾ ചെയ്തത്. നമ്മൾ എങ്ങനെ ചെയ്തത്? അപ്പോൾ നമ്മൾ 5p3 കാണാൻ പറഞ്ഞാൽ നമ്മൾ, അല്ലെങ്കിൽ 10p3 കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തത്? 10p3 കാണാൻ പറഞ്ഞാൽ 10ൽ തുടങ്ങി r ഫാക്ടേഴ്സ് എഴുതുകയാണ്. 3 ഫാക്ടേഴ്സ്. 10p3 എന്നാ 10ൽ തുടങ്ങി 3 എണ്ണം എഴുതണം എന്ന് പറയുമ്പോൾ 10 × 9 × 8. ഇതാണ് നമ്മൾ ചെയ്തത്. ഇപ്പം നിങ്ങളോട് പറയുന്നത് വാട്ട് 7c2 അല്ല 7p2. 7p2 നമ്മൾ എങ്ങനെയാണ് കണ്ടേ? 7ൽ തുടങ്ങി 2 എണ്ണം 7 × 6. ഇതല്ലേ ചെയ്തത്? 9p3 എന്താ ചെയ്തത്? 9ൽ തുടങ്ങി 3 എണ്ണം, ദാറ്റ് മീൻസ് 9 × 8 × 7. അപ്പോൾ NPR നമ്മൾ എന്താ ചെയ്തത്? എന്നിൽ തുടങ്ങി 6 എണ്ണം, അപ്പോൾ n × n-1 × n-2 ഇങ്ങനെ എക്സെട്ര എത്ര എണ്ണം എഴുതണം? 6 ഫാക്ടേഴ്സ് എഴുതണം. ബട്ട് NP3 എന്നാണെങ്കിൽ 3 എണ്ണം എഴുതണം, NP5 ആണെങ്കിൽ 5 എണ്ണം എഴുതണം. അതിനെ ജനറലൈസ് ചെയ്ത് 6 എന്ന് പറഞ്ഞത്. n × n-1 × എക്സെട്ര 6 ഫാക്ടേഴ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, NCR എന്ന് പറയുന്നത് NPR ബൈ r ഫാക്ടോറിയൽ ആയിരിക്കും എന്ന് കണ്ടു. അല്ലെങ്കിൽ NCR ഇൻറ്റു r ഫാക്ടോറിയലാണ് NPR. അവിടെ നിന്ന് കിട്ടിയതാണ് NCR = NPR ബൈ r ഫാക്ടോറിയൽ. ആ NPRന് വരെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n × n-1 × എക്സെട്ര r ഫാക്ടേഴ്സ് ബൈ r ഫാക്ടോറിയൽ എന്ന് ഞാൻ 1 × 2 × 3 എക്സെട്ര ഇൻറ്റു r എന്നാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി നോക്കിയേ? NCR കാണണമെങ്കിൽ മുകളിൽ n × n-1 × അങ്ങനെ 6 എണ്ണം എഴുതണം, താഴെ r ഫാക്ടോറിയൽ എഴുതണം. ദാറ്റ് മീൻസ് 1 × 2 × എക്സെട്ര 6 എണ്ണം എഴുതണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10c3 എങ്ങനെ കാണും? 10c3 കാണാൻ ഇതുപോലെ ചിന്തിച്ചാൽ മതി. NCR കാണാൻ n-ൽ തുടങ്ങി 6 എഴുതി, അപ്പോൾ 10c3 കാണാൻ 10ൽ തുടങ്ങി 3 എഴുതണം, 10 × 9 × 8 ബൈ താഴെ 3 ഫാക്ടോറിയൽ, ദാറ്റ് മീൻസ് 1 × 2 × 3. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, 10p3 എന്നായിരുന്നെങ്കിലോ? 10p3 എന്നായിരുന്നെങ്കിൽ 10 × 9 × 8 അത്രേ ഉള്ളൂ. 10c3 വന്നപ്പോൾ 10 × 9 × 8 ബൈ 1 × 2 × 3 കൂടി വന്നു. ഈ വ്യത്യാസം മനസ്സിലായിക്കൊള്ളാം. 10c3 10 × 9 × 8 ബൈ 1 × 2 × 3. 9c2 p അല്ല, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, 9c2 ആണ്. അങ്ങനെ വായിച്ചോളണം. നോട്ട് തരുമ്പോൾ കറക്റ്റ് ചെയ്ത് തരാം. 9c2 എങ്ങനെ എഴുതും? 9ൽ തുടങ്ങി 2 എണ്ണം ന്യൂമറേറ്റർ എഴുതണം, ദാറ്റ് ഈസ് 9 × 8 ബൈ താഴെ 1 × 2 ഫാക്ടോറിയൽ, ദാറ്റ് മീൻസ് 1ൽ തുടങ്ങി 1 × 2 9c2. 9p2 ആയിരുന്നെങ്കിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 9 × 8 മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വ്യത്യാസം മനസ്സിലാക്കേണ്ട. ഇപ്പം 10c3 എന്ന് പറയുമ്പോൾ 10ൽ തുടങ്ങി 3 ഫാക്ടറുകൾ ന്യൂമറേറ്ററിൽ എഴുതുന്നു, 10 × 9 × 8 ബൈ താഴെ 3 ഫാക്ടോറിയൽ ആണ്, ദാറ്റ് മീൻസ് 1 × 2 × 3. അതുപോലെയാണ് 9c2, 9ൽ തുടങ്ങിയ 2 എണ്ണം 9 × 8 ബൈ 2 ഫാക്ടോറിയൽ എഴുതേണ്ടത് 1 × 2, 9 × 8 ബൈ 1 × 2. ഇവിടെ 10p3 എന്നായിരുന്നെങ്കിൽ 10 × 9 × 8 അത്രയേ ഇവിടെ ഉണ്ടാവുള്ളൂ. 10c3 ആയപ്പോൾ ബൈ 1 × 2 × 3 കൂടി വന്നു. 9c2 എന്ന് പറയുന്നത് 9 × 8 ബൈ 1 × 2. 9p2 ആണെങ്കിൽ 9 × 8 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടി ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഒന്ന്, NCRനെ NPRനെ കണക്ട് ചെയ്യുന്ന ഫോർമുല NPR = NCR ഇൻറ്റു r ഫാക്ടോറിയൽ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും പറയാം NCR = NPR ബൈ r ഫാക്ടോറിയൽ, അങ്ങനെയും പറയാം. രണ്ടാമത് ഓർത്തിരിക്കേണ്ട ഈ ഫോർമുലയാണ് NCR = n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n-r ഫാക്ടോറിയൽ. അതാണ് രണ്ടാമതായി ഓർത്തിരിക്കേണ്ട ഫോർമുല. പിന്നെ ഓർക്കേണ്ടത്
ഈ NC0 1 ആണ്, NCN 1 ആണ്, NC1 N ആണ്. അത് മൂന്നും ഓർത്തിരിക്കണം. പിന്നെ ഓർക്കേണ്ടത് ഈ NCR കണ്ടുപിടിക്കാനുള്ള നമ്മൾ ഫോർമുല പഠിച്ചെങ്കിലും ആ ഫോർമുല എഴുതാറില്ല, എളുപ്പത്തിന് വേണ്ടി എഴുതുന്ന രീതി അതുകൂടി ഒന്നുകൂടി അത് പറയാം. 10C3 എന്ന് പറയുമ്പോൾ 10ൽ തുടങ്ങി 3 10 × 9 × 8 ബൈ താഴെ ഇതിൻ്റെ ഫാക്ടോറിയൽ 3യുടെ ഫാക്ടോറിയൽ, അതാണ് 1 × 2 × 3. ഇതാണ് 10C3. 9C2 എന്ന് പറഞ്ഞാൽ 9ൽ തുടങ്ങി 2 9 × 8 ബൈ താഴെ ഈ നമ്പറിൻ്റെ ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ, അതാണ് 1 × 2. ഇവിടെ ഓർക്കേണ്ടത് 10P3 ആയിരുന്നെങ്കിൽ 10 × 9 × 8 എന്ന് മാത്രമേ ഉണ്ടാവൂ. 9P2 ആണെങ്കിൽ 9 × 8 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു കാര്യം ഓർക്കണം. ഇവിടെ കറക്ഷൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 9P2 അല്ല 9C2 ആണെന്ന് പറഞ്ഞു. അതിലോട്ട് തരുമ്പോൾ കറക്റ്റ് ചെയ്ത് തരാം. ഇത്രയും കാര്യങ്ങളാണ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളണം. കോമ്പിനേഷൻ എന്ന് പറയുന്നത് സെലക്ഷനും പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റും. പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നമ്മളിത് തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളോട് പറയുകയാണ് 10 പേരുണ്ട്, 4 പേരുള്ള കമ്മിറ്റി ഉണ്ടാക്കണം. കമ്മിറ്റി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സെലക്ഷന് വരുന്നുള്ളൂ. കാരണം ആളിനെ സെലക്ട് ചെയ്താൽ മതി, അവിടെ ആളുകളെ അറേഞ്ച് ചെയ്ത് ഇരുത്തേണ്ട കാര്യമില്ല. കമ്മിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒരു ടീം ഉണ്ടാക്കണം, 20 പേരുണ്ട് അല്ലെങ്കിൽ 15 പേരുണ്ട്, 10 പേരുള്ള ഒരു ടീം ഉണ്ടാക്കണം. ഒരു ടീം ഉണ്ടാക്കുക, ഫുട്ബോൾ ടീം ഉണ്ടാക്കുക അല്ലെങ്കിൽ ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുക. ടീം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവിടെയും സെലക്ഷനാണ് വരിക, അവിടെയും അറേഞ്ച്മെൻ്റ് ഇല്ല. എന്നാൽ പറയുകയാണ് 7 പേരുണ്ട്, അതിൽ 4 പേരെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുത്തണം. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുത്തുക എന്ന് പറഞ്ഞാൽ സെലക്ഷൻ അല്ലല്ലോ, അവിടെ അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ. കാരണം ഓർഡർ പ്രധാനമാണ്. ഇരുത്തുകയില്ലേ, ഫോട്ടോ എടുക്കാൻ വേണ്ടി അവരെ ഇരുത്തുകയാണ്. ഇരുത്തുക എന്ന് പറയുന്നത് അതൊരു അറേഞ്ച്മെൻ്റ് ആണ്. ഒരു നമ്പർ ഫോം ചെയ്യണം, ഒരു 4 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യണം, അതൊരു അറേഞ്ച്മെൻ്റ് ആണ്. കുറേ ഒരു വേർഡ് തന്നിട്ട് അതിൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് വേർഡ്സ് ഫോം ചെയ്യണം, അല്ലെങ്കിൽ ആ ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യണം, അതൊരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം പെർമ്യൂട്ടേഷൻസ് ആണ്. പക്ഷേ ഒരു ടീം ഉണ്ടാക്കുക, ഒരു കമ്മിറ്റി ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ പെർമ്യൂട്ടേഷൻ അല്ല, അത് സെലക്ഷൻ ആണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. പെർമ്യൂട്ടേഷൻസിൻ്റെ എണ്ണമാണെങ്കിൽ ഡിഫറെൻ്റ് ഓബ്ജക്ട്സ് ഉണ്ട്, 6 എണ്ണം എടുത്ത് അറേഞ്ച് ചെയ്യുന്നുവെങ്കിൽ ആ അറേഞ്ച്മെൻറ്റുകളുടെ അല്ലെങ്കിൽ പെർമ്യൂട്ടേഷനുകളുടെ എണ്ണമാണ് NPR. എന്നാൽ എണ്ണമുണ്ട്, അതിൽ 6 എണ്ണം സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെലക്ഷൻ്റെ എണ്ണമാണ് NCR. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം നിരവധി കുട്ടികൾ ഇത് തമ്മിൽ തിരിച്ചെഴുതി കളയും. പലർക്കും ഇത് വ്യത്യാസം അറിയില്ല. എന്താണ് NPR NCR എന്ന് അറിയാതെ NPR എഴുതേണ്ടടുത്ത് NCRും NCR എഴുതേണ്ടടുത്ത് NPR എഴുതി വെച്ച് പരീക്ഷയിൽ മാർക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നമൊന്നും വരത്തില്ല. അതുപോലെ നേരത്തെ പറഞ്ഞ ഫോമുല NCR × R ഫാക്ടോറിയൽ ഈക്വൽ ടു NPR എന്ന ഫോമുല, അവിടെയും ചുമ്മാ ഒരു ഫോമുല പഠിച്ചു വയ്ക്കുക. NCR × R ഫാക്ടോറിയൽ ഈക്വൽ, ഈ ഫോമുല ഏതാണ്? NCR × R ഫാക്ടോറിയൽ ഈക്വൽ ടു NPR. വെറുതെ ഒരു ഫോമുല പഠിച്ചു വെച്ചാൽ ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണ്? ചിലപ്പോൾ കൺഫ്യൂഷനെ ഇത് തിരിച്ചാണോ, NPR × R ഫാക്ടോറിയൽ ഈക്വൽ NCR ആണോ? ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ വെറുതെ കാണാപ്പാടം പഠിക്കുന്നത് പകരം കാര്യം മനസ്സിലാക്കി പഠിച്ചു നോക്കിയേ. എന്താ NCR? സെലക്ഷൻ്റെ എണ്ണം ഇൻറ്റു ഒരു സെലക്ഷനകത്ത് 6 എണ്ണമല്ലേ ഉള്ളൂ. അതിന് അറേഞ്ച് ചെയ്താൽ എത്ര അറേഞ്ച്മെൻറ്റ് കാണും? R ഫാക്ടോറിയൽ കാണും. അപ്പോൾ സെലക്ഷനുകളുടെ എണ്ണത്തെ ഒരു സെലക്ഷൻ്റെ അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ആകെയുള്ള അറേഞ്ച്മെൻറ്റുകളുടെ എണ്ണം കിട്ടും. അതാണ് NCR × R ഫാക്ടോറിയൽ ഈക്വൽ ടു NPR. ഇങ്ങനെ കാര്യം മനസ്സിലാക്കി പഠിച്ചു നോക്കിയേ, ഒരിക്കലും നിങ്ങൾക്ക് തെറ്റത്തില്ല. ആ രീതിയിൽ വേണമെന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക്സ്.